കൊടുവള്ളി സെക്ടർ സാഹിത്യോത്സവിന് സമാപന സംഗമത്തിന് സന്ദേശ പ്രഭാഷണം നിർവഹിക്കുന്നു MD ഷിഹാബുദ്ദീൻ സഖാഫി. കൃത്യമായ സ്വാഗതം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വേദിയിലിരിക്കുന്ന നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, ഈ സ്റ്റേജ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSFന്റെ 3 പതിറ്റാണ്ടിന്റെ കഥ പറയുന്ന സാഹിത്യോത്സവം, അതിൻ്റെ ഈ വർഷത്തെ പരിപാടികൾ വളരെ സജീവമായി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സെക്ടർ സാഹിത്യോത്സവിന്റെ സമാപന വേദിയിൽ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഉദ്ദേശിക്കുന്നില്ല. നാം കരുതിയതിലേറെ വൈകിയാണ് ഈ പരിപാടി സമാപിക്കുന്നത് എന്നതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. വിദ്യാർത്ഥിത്വത്തെക്കുറിച്ച് കേരളക്കരയിൽ പോസിറ്റീവായ ചർച്ചകൾ വളരെ അപൂർവമായി നാം കേൾക്കാറുള്ളൂ. വിദ്യാഭ്യാസ മേഖല വിവാദങ്ങളുടെ പേരിൽ മാത്രമാണ് എല്ലാ സമയത്തും മീഡിയകളിൽ ഇടം പിടിക്കാറുള്ളത്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന 2 വാർത്തകൾ ശ്രദ്ധിച്ചാൽ, ഒന്ന്, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിലെ വിദ്യാർത്ഥികൾ ഉള്ള സൗകര്യം അഡ്ജസ്റ്റ് ചെയ്തു പഠിച്ചാൽ മതി എന്ന് ധാർഷ്ട്യം പറയുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരിലാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ വളരെ പ്രമുഖമായ ദൈക്ഷണികമായ പാരമ്പര്യമുള്ള ഒരു കലാലയത്തിൽ ആണിനും പെണ്ണിനും ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്ന വിപ്ലവം നടപ്പാക്കിയതിന്റെ ആഘോഷത്തിന്റെ പേരിലാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് എന്ത് അജണ്ട നിശ്ചയിച്ചു കൊടുക്കണം, അവരെങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട സാംസ്കാരിക നായകന്മാർക്കോ ആ കോഴ്സുകൾ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപക സുഹൃത്തുക്കൾക്ക് പോലും വ്യക്തമായ ധാരണയോ നിലപാടോ ഇല്ലാത്ത വിധം ആർക്കോ വേണ്ടി ധാർമ്മികതയെയും മൂല്യങ്ങളെയും പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കോലം കെട്ടിയാടുന്ന ഒരു വേളയിലാണ് നാം വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ചുകൊണ്ട് SSFന്റെ സാഹിത്യോത്സവം ആഘോഷിക്കുന്നത്. വിദ്യാർത്ഥിത്വത്തിന്റെ ദൗത്യം എന്താണ്? ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് ഈ സമൂഹത്തിന് തിരിച്ചു കെട്ടേണ്ടത് എന്താണ് എന്ന് നിർണയിച്ചിട്ട് വേണം വിദ്യാഭ്യാസ മേഖലയിൽ കൈവച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ. എന്നാൽ ആ തരത്തിലുള്ള ഭാവനകൾ ഇല്ലാതെ, ഭാവനാശൂന്യമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട്, ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു മേഖലയെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ മേഖല നമുക്ക് തിരിച്ചു തരുന്നത് പലപ്പോഴും സങ്കടം മാത്രമാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന രക്ഷിതാക്കളിൽ ഭൂരിഭാഗം ആളുകളും സ്വന്തം സന്താനങ്ങളെ കുറിച്ച് വലിയ ആശങ്കയോടുകൂടി ജീവിക്കുന്നവരാണ്. എന്റെ കുഞ്ഞ് ഞാൻ സ്വപ്നം കാണുന്ന ഭാഗത്തേക്ക് വളർന്നു വരുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരാണ്. അതേപോലെ തന്നെ ധാർമ്മികമായ മൂല്യങ്ങൾ അവരിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് വലിയ സങ്കടം പങ്കുവെക്കുന്നവരാണ്. ഈ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല വിവാദങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, ധാർമ്മികതയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുമ്പോൾ, വിദ്യാർത്ഥിയിൽ സാധ്യമാകേണ്ട ഏറ്റവും വലിയ മൂല്യം ജെൻഡർ ഈക്വാലിറ്റിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ മാറുന്ന ഒരു കാലത്ത് SSF ഈ സമൂഹത്തിൽ ഇവിടത്തെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റിന് നേരെ നെഞ്ചുവിരിച്ചു നിന്നുകൊണ്ട് പോരാടുകയാണ് എന്ന് ഞാൻ ആലങ്കാരികമായി പറയുകയില്ല. ഇത്തരത്തിലുള്ള പ്രവണതകളെല്ലാം ക്യാമ്പസിൽ മുഴുവൻ ആളുകളും ഒരേ വാക്കിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഉയർത്തിവിടുന്ന കാലത്താണ് ധാർമ്മികതയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് എല്ലാ ക്യാമ്പസുകളിലും SSFകാരൻ നിലയുറപ്പിക്കുന്നത്. SSFന്റെ സാഹിത്യോത്സവം ഈ സംഘടനയുടെ
പദ്ധതികളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ്. എല്ലാ പദ്ധതിക്കും SSF നിർണയിച്ചിട്ടുള്ള ലക്ഷ്യം ധാർമ്മിക വിപ്ലവമാണ്, നന്മയുടെ പക്ഷത്ത് ചേർന്നുകൊണ്ടുള്ള മുന്നേറ്റമാണ്. ആ മുദ്രാവാക്യം നമ്മുടെ കൊടുവള്ളിയിലെ ഗവൺമെന്റ് കോളേജിൽ നിന്ന് തുടങ്ങുന്നു, അത് JNUവിൽ മുഴങ്ങുന്നു എന്നൊരു തരത്തിൽ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും വ്യാപിപ്പിക്കാൻ SSFന് സാധിച്ചിട്ടുണ്ട്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളെ നന്മയുടെ വഴിയിൽ ചേർത്തു നിർത്താൻ പാടുപെടുന്ന ഒരു കാലത്ത് സ്വന്തം കുഞ്ഞിനെ പോലും തെറ്റുധാരണയോടുകൂടി നോക്കി വീക്ഷിക്കേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് ചുറ്റുപാടുകൾ കൊണ്ടു ചെന്നെത്തിച്ചൊരു കാലത്ത് ആ രക്ഷിതാക്കൾക്ക് പോലും സാധിക്കാത്തത് SSF കേരളത്തിന്റെ ക്യാമ്പസുകളിലും തെരുവീതികളിലും സാധിപ്പിച്ചെടുത്തു എന്നതാണ് അഭിമാനത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയാൻ കഴിയുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SSFന് സാഹിത്യോത്സവ് കേവലം ഒരു കലാമാമാങ്കമല്ല, മറിച്ച് വിദ്യാർത്ഥികളെ തങ്ങളുടെ ദൗത്യം ധർമ്മത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തി ആ വഴിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മാർഗമാണ്. SSFന്റെ സാഹിത്യോത്സവിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പ്രതിഭകൾ അവരാണ് ഇന്ന് കേരളത്തിൽ ഈ സംഘടനയുടെ എല്ലാ ഘടകങ്ങളിലെയും നേതാക്കളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മറ്റെല്ലാ ദൗത്യത്തെക്കാളും പ്രധാനപ്പെട്ടതായി അവർ കാണുന്നത് ഈ കലികാലത്ത് ധർമ്മം മരിക്കരുത് എന്നാണ്, നന്മയുടെ പക്ഷത്ത് ആളുണ്ടാകണമെന്നാണ്. ആ ഒരു ദൗത്യം അവർ ഏറ്റെടുത്ത് മുന്നോട്ട് ഗമിക്കുന്നതിന്റെ റിസൾട്ടാണ് കേരളത്തിൽ രക്ഷിതാക്കൾ പരാജയപ്പെടുന്ന വീടുകളിൽ പോലും SSFന്റെ കൊടി പിടിച്ചതിന്റെ പേരിൽ ധർമ്മപക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഈ സംഘടനയെ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണം. SSFന്റെ പ്രവർത്തന മേഖലയിലേക്ക് ഒരു കുഞ്ഞു പോയാൽ അത് ഒരു നേരം പോക്കായി അല്ലെങ്കിൽ മറ്റൊന്നിനെ പോലെയും പ്രാധാന്യമില്ലാത്ത ഒരു ഇടപെടലായി ഒരിക്കലും നമ്മൾ വായിച്ചുകൂടാം. കാരണം SSF വലിയൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് 973 ജനിക്കുന്നത്. ആ ലക്ഷ്യം നിർണയിച്ച ആളുകൾ ആത്മാർത്ഥമായി ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തപ്പോ അതിന്റെ സുഹൃത്തും ഈ സംഘടനയ്ക്ക് എല്ലാ കാലത്തും സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. SSFന്റെ സാഹിത്യോത്സവിലൂടെ ഈ വേദിയിലേക്ക് കയറി ഒരു കുഞ്ഞു പാട്ടുപാടി ഇറങ്ങിപ്പോകുമ്പോ ഒരുപക്ഷെ അതിന്റെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ചിന്തിച്ചേക്കാം, ഒരു കുട്ടിക്ക് ഒരു പാട്ടുപാടാനുള്ള സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ ഇത്രയും സമയം ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്, ഇത്രയും പണം ചെലവഴിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം ഒരുക്കേണ്ടതുണ്ടോ എന്ന്, അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് ഇത്രമേൽ ആഘോഷിക്കേണ്ട ഒരു പരിപാടിയാണോ സാഹിത്യോത്സവ് എന്ന് ഒരു വേള ഈ കൂട്ടത്തിലുള്ള ചില ശ്രോതാക്കളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ SSFന് സാഹിത്യോത്സവം ഒരു റിക്രൂട്ട്മെന്റ് സംവിധാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ വണ്ണവും വലിപ്പവും ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള മാർഗമാണ്. നിങ്ങൾ എഴുതി വെക്കുക, കൊടുവള്ളി സെക്ടർ സാഹിത്യോത്സവന്റെ വേദിയിൽ പ്രസംഗിച്ച ചില പേരുകൾ, ഇവിടെ നിന്ന് രചനാ മത്സരങ്ങളിൽ ആദ്യ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ചില പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക. അവർ 10-15 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ നായകരായി കേരളത്തിലെ ധർമ്മപക്ഷത്വത്തെ ചേർന്നു നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിക്കുന്ന വേദികളിലും പ്രസിദ്ധീകരണങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടാകും. സാഹിത്യോത്സവിലൂടെ SSFനെ അറിഞ്ഞ ഒരാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അതൊക്കെയും SSF തന്നതാണ്, സാഹിത്യോത്സവ് തന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഒരു അപൂർവമായിട്ടുള്ള അനുഭവമല്ല. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എക്കാലത്തും പ്രവർത്തിക്കുന്ന 99% ആളുകളോട് അന്വേഷിച്ചാൽ അവർക്കൊരു സാഹിത്യോത്സവിന്റെ കഥ പറയാനുണ്ടാകും. ആ സാഹിത്യോത്സവിന്റെ വേദിയിൽ നിന്നാണ് അവർ SSFനെ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ആ സംഘടനയ്ക്ക് വേണ്ടി അവർ അധ്വാനിക്കുന്നത്. അതിനുശേഷം അവർ SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും പോലും നേതാക്കളാകുന്നത്, ഗ്രാമങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്, അരുതായ്മകൾക്കെതിരെ എല്ലാ സമയത്തും കലഹിച്ചുകൊണ്ടിരിക്കുന്നത്, വേണ്ടാതിനെ കണ്ടാൽ മനസ്സുറപ്പില്ലാതെ അതിനെതിരെയുള്ള പ്രതിഷേധം ഉയർത്തുന്നത്. ആ ഒരർത്ഥത്തിൽ SSFന്റെ ഈ സാഹിത്യോത്സവിന്റെ വേദിയിലേക്ക് വിരുന്നെത്തിയിട്ടുള്ള കൂട്ടുകാരെ ചേർത്തു പിടിക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സുഹൃത്തമാണ്. ദീർഘമായ ഒരു കാലത്തേക്ക് ഈ പ്രസ്ഥാനത്തെ, ഈ സമൂഹത്തെ നന്മയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നയിക്കുന്നതിനുള്ള ഒരു പോരാളിക്ക് ജന്മം നൽകാനുള്ള പിന്തുണയാണ് സാഹിത്യോത്സവിലൂടെ നിങ്ങൾ നൽകുന്നത് എന്ന് ഓരോ രക്ഷിതാവിനും സന്തോഷത്തോടു കൂടി ഓർത്തു വെക്കാൻ സാധിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ സാഹിത്യോത്സവിന്റെ വേദിയിൽ പാടിയും പറഞ്ഞും എഴുതിയും വരച്ചും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള സുഹൃത്തുക്കൾ, നിങ്ങളിൽ എല്ലാവർക്കും
വിജയികളാവാൻ സാധിക്കണമെന്നില്ല. എന്നാൽ വിജയം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തുക എന്നത് മാത്രമാണ് എന്ന് ഒരു ഘട്ടത്തിലും നാം ചിന്തിച്ചു പോകരുത്. മാപ്പിളപ്പാട്ട് മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന വിധികർത്താക്കളോട് ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അവര് പറയും ഒരു വെള്ളിയുടെ അകലം മാത്രമാണ് എന്ന്. ഒരു വെള്ളിയുടെ അകലം എന്ന് പറയുന്നത് സുവർണനഗരിയിലുള്ള ആളുകൾ ചിന്തിക്കുന്ന വെള്ളിയല്ല. പാടുമ്പോ ശബ്ദത്തിലുണ്ടാകുന്ന പേരിനു മാത്രം അല്ലെങ്കിൽ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രം കണ്ടെത്താൻ കഴിയുന്ന ചെറിയൊരു ശബ്ദത്തിൽ വരുന്ന ഒരു വ്യതിയാനം, അതായിരിക്കും ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോ ചില മത്സരങ്ങളുടെ റിസൾട്ട് പറയുമ്പോൾ കാണാം 1-നും 2-നും 3-നും എ ഗ്രേഡ്, അത് കഴിഞ്ഞിട്ട് 4-ഉം 5-ഉം ആളുകൾക്ക് എ ഗ്രേഡ്. എങ്കിൽ ഒന്നാം സ്ഥാനത്തെത്തിയാളും അവസാനത്തെത്തിയാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ മൈന്യൂട്ടായിട്ടുള്ള കേവലം സാങ്കേതികമായിട്ടുള്ള അകലം മാത്രമാണ് ആദ്യ സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനും തമ്മിലുള്ളത്. അവിടെ നിന്ന് മനസ്സിലാക്കുക, എനിക്ക് ഫസ്റ്റ് പ്ലേസ് ലഭിച്ചില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാൻ വിജയിച്ചിരിക്കുന്നു. ഈ വേദിയിലേക്ക് എനിക്ക് കയറാൻ പറ്റിയെങ്കിൽ, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, എഴുതാൻ കഴിയും, പാടാൻ കഴിയും, വരക്കാൻ കഴിയും എന്നുള്ളൊരു ബോധ്യം ഈ വേദിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് സാഹിത്യോത്സവ ജേതാക്കൾ. ഇവിടെ നിന്ന് ഒന്നാം സ്ഥാനം ലഭിച്ചു. എന്നാൽ ആ കഴിവും ശേഷിയും നന്മയുടെ പക്ഷത്ത് ഉപയോഗപ്പെടുത്താൻ ഒരു കാലത്തും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഫസ്റ്റ് പ്ലേസ് കൊണ്ട് നിങ്ങൾ വിജയിക്കുന്നില്ല. നേരെ മറിച്ച് ആ അനൗൺസ് ചെയ്യപ്പെട്ട ആദ്യ സ്ഥാനങ്ങളിൽ ഇല്ലെങ്കിലും എന്നിലൊരു എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ട്, എന്നിലൊരു പ്രഭാഷകനുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ കഴിവിനെയും ആ ദൈക്ഷണിക മൂല്യത്തെയും പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മേഖലയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും ആ വഴി നിങ്ങൾക്ക് ധർമ്മപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും ശേഷിയും സമ്മാനിക്കുന്നുവെങ്കിൽ നിങ്ങളാണ് വിജയികൾ, നിങ്ങളാണ് വിജയികൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, സാഹിത്യോത്സവിന്റെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, നിങ്ങള് ഈ സാഹിത്യോത്സവം കഴിഞ്ഞു തിരിച്ചു പോകുമ്പോ മത്സര ഫലത്തെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം നമ്മുടെ തെരുവിനെ കുറിച്ച് ആലോചിക്കണം, നമ്മുടെ ഗ്രാമങ്ങളെ കുറിച്ച് ആലോചിക്കണം, നമ്മുടെ വിദ്യാർത്ഥിത്വത്തെ കുറിച്ച് ആലോചിക്കണം, അവരുടെ അജണ്ടയെ കുറിച്ച് ആലോചിക്കണം, കലാലയങ്ങളിൽ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് ബോധവാന്മാരാവണം. എവിടേക്ക് തിരിഞ്ഞാലും അധാർമിക പ്രവണതകൾ മാത്രം നമ്മൾ കാണുന്നു. അതിലേറെ സങ്കടം ഏറ്റവും മോശമായിട്ടുള്ള പ്രവണതകളെ മനോഹരമായിട്ടുള്ള മേമ്പൊടി ചേർത്തുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് തിന്മ ഫാഷനാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യപാനം തെറ്റല്ല എന്ന് നമ്മുടെ സമൂഹം നിർവചിച്ചു കഴിഞ്ഞു. ഒരുപാട് അരുതായ്മകൾക്ക് ഇന്ന് മൂല്യം ചേർത്ത് വെച്ചുകൊണ്ട് ചെലവഴിക്കപ്പെടുന്ന കമ്പോളമായി നമ്മുടെ ക്യാമ്പസുകൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാലത്ത് നമുക്ക് ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ വയ്യ, സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാതെ വയ്യ. ഉറപ്പാണ്, ഒരു പ്രഭാഷകൻ സത്യം തുറന്നു പറഞ്ഞാൽ അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് സൈബർ അറ്റാക്കിന് വിധേയമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പോരാളികളെ, സൈബർ പോരാളികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ നന്മയ്ക്ക് വേണ്ടി ശബ്ദിച്ചാൽ നമ്മെ വിചാരണ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കാലത്ത് പ്രിയപ്പെട്ട പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ മരുഭൂമിയിൽ തങ്ങളെ കൊല്ലാകൊല ചെയ്യാൻ വേണ്ടി ശക്തം കിട്ടി നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ധർമ്മത്തിനു വേണ്ടി പോരാട്ടം നടത്തി വിജയിച്ചെടുത്തിട്ടുള്ള ആ പ്രബോധനത്തിന്റെ ദൗത്യം അതുതന്നെയാണ് ഈ കലികാലത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഞാൻ ഉറപ്പു പറയാം, ഒരു തിന്മയും ഒരു കാലത്തും ആത്യന്തിക വിജയം നേടിയിട്ടില്ല. ഒരു കാലത്ത് യൂറോപ്പിന്റെ തെരുവീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളച്ചിട്ടുള്ള ജെൻഡർ പൊളിറ്റിക്സ് ആണ്, ജെൻഡർ ഈക്വാലിറ്റിയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോ ലോകത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്ന് വിലയിരുത്തിയിരുന്ന ആളുകൾ പോലും ഈ മലയാളക്കരയിൽ കൊണ്ടുവന്നുകൊണ്ട് കമ്പോളത്തിൽ വിറ്റയച്ച് അത് വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യൂറോപ്പ് അതിൽ നിന്നെല്ലാം തിരിഞ്ഞു നടക്കുന്നു. യൂറോപ്പ് അവിടെ നിന്നെല്ലാം മാറി ചിന്തിക്കുന്നു. അവിടെ തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ പോലും തങ്ങൾക്ക് തൊഴിൽ വേണ്ട, ഇനി കുടുംബരംഗത്തേക്ക് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ചാനലിന്റെ മുന്നിൽ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാലത്താണ് ചില ജിയോ ബേബിമാര് വന്നുകൊണ്ട്
വന്നുകൊണ്ട് കുടുംബത്തിനെതിരെ സംസാരിക്കുന്നത്, അവർക്ക് വേദി കെട്ടിക്കൊടുക്കാൻ വേണ്ടി ചില ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തെറ്റിനാഘോഷിച്ചവരെല്ലാം പാഠം പഠിച്ചിട്ടുണ്ട്. അതിനെ തിരുത്താൻ എല്ലാ കാലത്തും ഓരോ സമൂഹത്തിലും പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ നേതൃത്വം വിളിച്ച ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന് പറയുന്ന ആ വലിയ ശബ്ദത്തിലുള്ള മുദ്രാവാക്യം, അതിന്റെ വീര്യം ഒട്ടും ചോർന്നു പോകാതെ നമുക്ക് വിളിക്കേണ്ടതുണ്ട്. AKSC ഉസ്താദ് SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പേരിനൊരു ഓഫീസ് മാത്രം ഉണ്ടായിരുന്ന, നമ്മുടെ പരിസരത്ത് പേരിന് മാത്രം യൂണിറ്റ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് അദ്ദേഹം സന്തോഷത്തോടെ മുംബൈയിലെ SSFന്റെ ഗോൾഡൻ 50 സമ്മേളനം കണ്ടിട്ടുണ്ടാകും, മനോഹരമായി ആസ്വദിച്ചിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളുടെ വിയർപ്പിന്റെ, കണ്ണീരിന്റെ, ചോരത്തുള്ളിയുടെ റിസൾട്ടാണ് ഇന്ന് ഈ രാജ്യം മുഴുക്കയും വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ക്യാമ്പസുകളിലും മേധാവിത്വമുള്ള, എല്ലായിടത്തും ധാർമ്മികതയെ അടയാളപ്പെടുത്തുന്ന ഒരു ശബ്ദമായി SSF വളർന്നു പടർന്നു പന്തലിച്ചത്. ആ ചരിത്രത്തെ ഒട്ടും ചോർന്നു പോകാതെ, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൊളുത്തി തന്നിട്ടുള്ള വിളക്ക് അണഞ്ഞു പോകാതെ ധർമ്മപക്ഷത്ത് നമുക്ക് മുന്നോട്ട് ഗമിക്കണം. അതിനുള്ള പ്രതിജ്ഞ പുതുക്കാനുള്ള സമയമാണ് നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ഈ ഒരു വേദി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല നന്മയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ, ധാർമ്മിക വിപ്ലവത്തിന്റെ പോരാട്ട വഴിയിൽ എക്കാലത്തും ഗമിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഈ ദേശീയ പാതയോരത്ത് ഈ കുരുന്നുകളെ സൽക്കരിക്കാൻ വേണ്ടി വേദിയൊരുക്കി, അവർക്ക് വേണ്ടി സമയവും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന, അവർക്ക് ഭക്ഷണം ഒരുക്കിയ, അവരെ സന്തോഷിപ്പിച്ച ഈ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എല്ലാവിധ സന്തോഷവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട്, നിങ്ങൾ സ്വപ്നം കാണുന്ന നാളെ തിരിച്ചു തരാൻ ഇവരുടെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാകും, അവരുടെ പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SSF